എസ് സുരേന്ദ്രന്റെ 14ാം ഓർമ്മ ദിനത്തിന്റെ ഭാഗമായി എസ് സുരേന്ദ്രൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ എസ് സ്മൃതി വിവിധ സാംസ്കാരിക പരിപാടികളോടെ സംഘടിപ്പിച്ചു. എസ് സുരേന്ദ്രൻ സ്മാരക പ്രഭാഷണവും എസ് സ്മൃതി ഉദ്ഘാടനവും പീച്ചി വനഗവേഷണ കേന്ദ്രം ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ ടി വി സജിത്ത് നിർവഹിച്ചു. സ്വാഭാവികമായിട്ടുണ്ടാവുന്ന അടുത്ത ചോദ്യം, ഈ കായുണ്ടാവുന്ന അല്ലെങ്കിൽ എന്തിനാ ഈ പൂവൊക്കെ ഉണ്ടായിട്ട്? നമ്മൾ സ്കൂളിൽ പഠിച്ചതനുസരിച്ചിട്ട് പൂവ് തന്നെ പ്രത്യുൽപാദന അവയവമാണ്. ഫലങ്ങൾ നടക്കും, അതിനുശേഷം അത് വിത്താവും, കായാവും. ആ കായ ഉപയോഗിച്ചിട്ടാണ് അടുത്ത തലമുറ ഉണ്ടാവുന്നതാണ് നമ്മൾ പഠിച്ചത് അല്ലേ? പക്ഷെ ഇവിടെ നോക്കുന്ന അറിയാം പൂക്കളുണ്ടാവുന്നുണ്ട്, പക്ഷെ ഒറ്റ കായ പോലും ഉണ്ടാവുന്നില്ല. സാധാരണ പ്രകൃതി അങ്ങനെ ആവശ്യമില്ലാത്തൊരു കാര്യം ചെയ്യാറുണ്ട്. അവർ ചെയ്ത എല്ലാത്തിനും കൃത്യമായിട്ടൊരു കാരണം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവിടെ നോക്കുന്ന അറിയാം പൂക്കൾ എങ്ങനെ ഉണ്ടാവുകയാണ്, അതെല്ലാം വെറുതെ പോവാണ്, ഒരു കായം പോലും ഉണ്ടാവുന്നില്ല. എന്താവും കാരണം? CPM തൃശൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി PB ഷാജൻ എസ് സ്മൃതി പ്രഭാഷണം നടത്തി. എസ് സുരേന്ദ്രൻ സ്മാരക സാഹിത്യ പുരസ്കാര വിതരണവും മനോഹർലാൽ രചിച്ച 2 പുസ്തകങ്ങളുടെ പ്രകാശനവും കവി C രാവുണ്ണി നിർവഹിച്ചു. കലാസാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ ശ്രദ്ധേയരായ വ്യക്തിത്വങ്ങൾക്ക് എസിന്റെ പത്നി മീനാക്ഷി സ്നേഹാദരം സമ്മാനിച്ചു. കലാമണ്ഡലം അമൃത കാവ്യാർച്ചന നടത്തി. KR ദർശന പുസ്തക പരിചയം നിർവഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗവും ചലച്ചിത്രഗാന രചയിതാവും കവിയുമായ ജയകുമാർ ചെങ്ങമനാട്, TM മോഹനൻ, എസ് സുരേന്ദ്രൻ ഫൗണ്ടേഷൻ സെക്രട്ടറി അജയ് ഘോഷ്, പ്രസാദ് കരുണൻ എന്നിവർ സംസാരിച്ചു. പുല്ലൂർ ചമയം കലാവേദിയുടെ ബഡൻ എന്ന ഏകപാത്ര നാടകം കേരള സംഗീത നാടക അക്കാദമി അംഗം സജു ചന്ദ്രൻ അവതരിപ്പിച്ചു.